ശ്ലോകം 9. സമന്തതോ ഗോപകുമാരകൈസ്ത്വം. ഹേ ഭഗവൻ, ആ ഗോപക്കുട്ടികളോടുകൂടെ സമന്തത ചുറ്റും, ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ചുറ്റും എത്ര വനാന്തമാകാ, എവിടെ ആ വനത്തിൻ്റെ ഏതേത് ഭാഗത്ത് പോയോ, തതസ്തതസ്താം, ആ സ്ഥാനത്തെല്ലാം കുടിലാം അവശ്യ കളിന്തജാം, ആ കാളിന്തി നദിയെ, കളിന്തൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, കളിന്തനിൽ നിന്ന് ജാതയായവളാണ് കാളിന്തി, കളിന്തജ. ആ കളിന്തജ ഇപ്പോൾ ഒരു കുടിലയെപ്പോലെ ഒരു ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് ആ കാമുകൻ വന്നിരിക്കണു, ആ കാമുകൻ്റെ പിന്നാലെ പോവുകയാണോ എന്ന് തോന്നുമാറ് അവശ്യ കണ്ടു. രാഘവതീമി വൈകാം, ഏകാം രാഘവതീമിവ, ഒരു സ്ത്രീരത്നം തൻ്റെ കാമുകനെ കാണാൻ വേണ്ടി പിന്നാലെ പോവുകയാണോ എന്ന മട്ടിൽ എവിടെ ഭഗവാൻ പോയോ അവിടെ കാളിന്തി നദി, അതായത് കാളിന്തി നദി വളഞ്ഞു ഒഴുകുന്ന സ്ഥലത്തു കൂടിയാണ് ഇവർ സഞ്ചരിച്ചത്. അപ്പോൾ ഇതിൽ 7ാമത്തെ ശ്ലോകത്തിലും 9ാമത്തെ ശ്ലോകത്തിലും ഒക്കെ ഉള്ളത് മേൽപ്പത്തൂർ ചേർത്തിയതാണ്, ഒന്നും ഭാഗവത്തിൽ ഇല്ലാത്തതാണ്. ഒരു രാഘവതിയെപ്പോലെ, ഒരു കാമുകിയെപ്പോലെ, കാമുകി തൻ്റെ കാമുകൻ്റെ പിന്നാലെ പോവുകയാണോ എന്ന് തോന്നുമാറ് അവിടെ എങ്ങനെ ഭഗവാന്റെ പിന്നാലെ പോയിരുന്നു. പർവ്വതമായതുകൊണ്ട് ആ പർവ്വതത്തിനെ ചുറ്റിയിട്ടാണ് നദി ഒഴുകിയിരുന്നത്. അതിൽ നിർമ്മലമായ ജലമാണ് ഉണ്ടായിരുന്നത്. ആ നിർമ്മലമായ ജലം ഗോപന്മാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ ഉപനന്ദനെ പ്രേരിപ്പിച്ചത്, ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിച്ചത്.